നമസ്കാരം. കൃഷിദർശൻ്റെ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് കൃഷി വകുപ്പിൻ്റെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും MDയും അതുപോലെ തന്നെ സംസ്ഥാന ഹോർട്ടികോർപ്പിൻ്റെ MDയുമായ ഡോക്ടർ കെ പ്രതാപൻ സാർ അവരുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാഗതം സാർ. സർ, ഇന്ന് ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ, അതായത് പഴം പച്ചക്കറി മേഖലയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. അപ്പോൾ അതോടൊപ്പം കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടിന് ആയിട്ടാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാലം ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സാന്നിധ്യം വഹിക്കുന്നത് സാറാണ്. അപ്പോൾ ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റേതായിട്ട് നമുക്ക് പുതു സംരംഭങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ സാർ? തീർച്ചയായിട്ടും. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴങ്ങൾ, പച്ചക്കറി ഇനങ്ങൾ, ഇവയുടെ എല്ലാം വിസ്തീർത്തി നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള മൊത്ത വിളകളുടെ ഒരു 75-80% തോട്ടമേഖലയിൽ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ വിളകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം ഹോർട്ടിക്കൾച്ചർ വിളകളാൽ സമ്പന്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനത്ത് പഴങ്ങൾ, പച്ചക്കറി ഇനങ്ങൾ മാത്രമല്ല, പുഷ്പങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഇവയുടെ എല്ലാത്തിൻ്റെയും സമഗ്ര വികസനമാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ വിത്ത് മുതൽ വിപണി വരെയുള്ള എല്ലാ കാര്യങ്ങളും സഹായിക്കുക. കർഷകരെ സഹായിക്കുക, കർഷക കൂട്ടായ്മകളുണ്ടാക്കി അവരെ സഹായിക്കുക, അവരിലൂടെ ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുക, മൂല്യവർദ്ധിതം വരെ മാർക്കറ്റിങ്ങും മൂല്യവർദ്ധനവും വരെ നടത്തുക. മൂല്യവർദ്ധനവും കൂടെ തീർച്ചയായിട്ടും ഇതെല്ലാം ഉള്ള ഒരു പ്രക്രിയയാണ്. ഇതെല്ലാം നടത്താൻ വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ ഒരു നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള രൂപാന്തരപ്പെട്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അത് പഴവും പച്ചക്കറിയും ഇനങ്ങൾ മാത്രമല്ല, ഔഷധങ്ങൾ, അതുപോലെ തന്നെ പുഷ്പങ്ങൾ, കൂൺ കൃഷിയും തേനീച്ച കൃഷിയും അത് രണ്ടും കൂടെ ഇത് പ്രവർത്തനം ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും അതിന് ആ കർഷകരെയും സഹായിക്കാനായിട്ടുള്ള ഈ കൂൺ കൃഷി മേഖലയിൽ ഇന്നിപ്പോൾ കൂൺ ഒരു ആൻറ്റി ക്യാൻസറസ് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഒരു ഔഷധമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ടുകൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനും ധനസഹായം നമ്മൾ ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ വനിതാ സംരംഭകർക്ക്, അതുപോലെ തന്നെ പുരുഷ സഹായ സംഘങ്ങൾക്ക് ഒക്കെ നമ്മൾ നൽകുന്നുണ്ട്. അതോടൊപ്പം ഹോർട്ടിക്കൾച്ചർ വിളകളുടെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കൽ, അത് തേനീച്ച കൃഷിയിലൂടെ എന്നുള്ള ആ നൂതന രീതിയിൽ നമ്മൾ തേനീച്ച കൃഷിക്കാർക്ക് അതിന് വേണ്ടിയിട്ടാണ് തേനീച്ച കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ലക്ഷ്യം. കാരണം ദേശീയ തലത്തിൽ നമ്മുടെ ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റാണ് ഹണി ബി ഇന്നുണ്ട്. അതിൽ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളായണിയിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചർ കോളേജ് വെള്ളായണിയിൽ ഉള്ള ഒരു കേന്ദ്രമാണ് ഈ ആൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ഫോർ ഹണി ബി അലോൺ. ഈ തേനീച്ച വളർത്തൽ, തേനീച്ച സംരക്ഷിക്കൽ, അതിനുവേണ്ട പരിശീലനങ്ങൾ നൽകൽ, കൂടും കോളനിയും പെട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഉപകരണങ്ങൾ നൽകൽ, ഇതിനൊക്കെ 50% സബ്സിഡി നിരക്കിൽ തേനീച്ച കൃഷി. അങ്ങനെ എല്ലാ ഹോർട്ടിക്കൾച്ചർ മേഖലയിലുള്ള സമഗ്ര വികസനമാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, വിത്ത് മുതൽ വിപണി വരെയുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഉപരി സാർ ഇപ്പം ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ അതിൻ്റെയും കൂടെ സാന്നിധ്യം ഇപ്പോഴും ഏറ്റെടുത്തിരിക്കുകയാണ്, ഈ അടുത്ത കാലത്ത് ഏറ്റെടുത്തത്. അപ്പോൾ ഇതുമായിട്ട് ഒരുപാട് സമാനതകൾ ഉള്ളതാണ് ഹോർട്ടിക്കൾച്ചർ മിഷനും ഹോർട്ടിക്കൾച്ചർ കോർപ്പും. ഹോർട്ടിക്കൾച്ചർ കോർപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്, വിപണന രംഗത്ത് കൂടുതൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉൽപ്പാദനക്ഷമത, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ ഇടയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ട് അത് വിപണനത്തിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ തീർച്ചയായിട്ടും സാറിന് അത് കൂടുതൽ സഹായിക്കാൻ പറ്റും, ഇല്ലേ? ഹോർട്ടികോർപ്പിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരമ്മയുടെ പിന്നെ 2 മക്കളെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ 3 മക്കളുണ്ടെന്ന് പറയാം. വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ, ഹോർട്ടികോർപ്പ്, ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഹോർട്ടിക്കൾച്ചർ മിഷനെ സംബന്ധിച്ചിടത്തോളം കൃഷി വ്യാപനം, അത് വിത്ത് മുതൽ വിപണി വരെയുള്ള കാര്യങ്ങളിൽ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നിലകൊള്ളുന്നത്. അതേസമയം ഹോർട്ടികോർപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പരമാവധി നല്ല വില കൊടുത്ത് സംഭരിക്കുക, ന്യായമായ വില കൊടുത്ത് സംഭരിക്കുക, അത് ഉപഭോക്താക്കൾക്ക് മാന്യമായ വിലയ്ക്ക് അവർക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉറപ്പുവരുത്തുക ഒരു മുഖ്യ ഘടകമാണ്. അതോടൊപ്പം തന്നെ നല്ല ഇനം നടീൽ വസ്തുക്കൾ നൽകൽ,
അതിനുള്ള പരിശീലനം നൽകൽ, ഹോർട്ടിക്കൾച്ചർ മേഖലയിലെ കൃഷി വ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കൽ, അതുപോലെ തന്നെ മൂല്യവർദ്ധനവ് നടത്തൽ. ഇപ്പം പിന്നെ അല്ലെങ്കിൽ മാവ് കൃഷി, മാങ്ങയെ മാത്രമായിട്ട് ഒരു പ്രഥമ ഉൽപ്പന്നമായിട്ട് അത് വിൽക്കാതെ അതിനെ പിന്നെ അച്ചാറാക്കുക അല്ലെങ്കിൽ പഴച്ചാറുണ്ടാക്കുന്ന സംരംഭങ്ങൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ ചക്കയുടെ, തീർച്ചയായിട്ടും അത് ഇന്നിപ്പോൾ നമ്മൾ മറന്നുപോയ ഒരു കേരളീയർ മറന്നുപോയ ഒരു വിഭവമാണ്. അത് മറ്റ് സംസ്ഥാനക്കാർ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. ഹോർട്ടിക്കൾച്ചർ മിഷൻ തന്നെ ചക്കയ്ക്ക് വേണ്ടി ഇവിടെ ഒരു ചക്ക മഹോത്സവം നടത്തി കേരളത്തിൽ. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് എല്ലാ കൊല്ലവും നമ്മളിത് ആവർത്തിക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും നമ്മൾ ഈ ചക്ക മഹോത്സവങ്ങൾ നടത്താറുണ്ട്. മാമ്പഴോത്സവം ഇന്നിപ്പം തിരുവനന്തപുരം നഗരവാസികൾക്ക് വളരെ സുപരിചിതമാണ്. അടുത്ത കാലത്ത് നടത്തിയ വളരെ ശ്രദ്ധേയമായി എന്നാണ് തോന്നുന്നത്. കാരണം വിഷവിമുക്തമായ ഒരു ജൈവ മാമ്പഴ മേളയാണ് നടത്തുന്നത്. അത് പത്രമാധ്യമങ്ങൾ കൂടെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു കാര്യം കൂടെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിലെ കാർഷിക മേഖല മൊത്തത്തിൽ ഒരു ജൈവ കൃഷിയിലേക്ക് ചെല്ലണം എന്നുള്ള ഒരു നയപ്രഖ്യാപനം തന്നെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിനെ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ കെ പി മോഹൻ്റെ അവരുടെ നേതൃത്വത്തിൽ ഒരു സിക്കിമിനെ പോലെ ഒരു ജൈവ സംസ്ഥാനമായിട്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഈ നമ്മുടെ കേരളത്തെ മാറ്റണം എന്നുള്ള ഒരു ദൗത്യം കൂടെയുണ്ട്. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് എൻഡോസൾഫാൻ്റെ പിന്നെ അവസ്ഥ മനസ്സിലാക്കി അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ജനത ഉള്ള പ്രദേശമെന്ന നിലയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ കൃഷി ജൈവ ജില്ലയായിട്ട് പ്രഖ്യാപിച്ച് അവിടെ ജൈവ കൃഷി നടത്തുക. അതോടൊപ്പം മറ്റെല്ലാ ജില്ലകളിലും ഘട്ടം ഘട്ടമായിട്ട് അവിടെയുള്ള വിളകളെയെല്ലാം, ഇപ്പം ജൈവ കൃഷി എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് മൊത്തമായിട്ടാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് പോകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വിള ഇപ്പോൾ ജൈവ കൃഷി ചെയ്യാം, അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന റബ്ബറിൽ എന്തും ആവാം, അത് പറ്റത്തില്ല. ഒരു പ്രദേശത്തെ മൊത്തമായി എടുത്തുകൊണ്ട് ബഹുവിള സമ്പ്രദായമായിട്ടുള്ള കേരളത്തിൽ അതിനുള്ള വിളകളെ എല്ലാം ജൈവ കൃഷിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ ജൈവ കൃഷിയിലൂടെ. ജൈവ കൃഷിക്കും ഹോർട്ടിക്കൾച്ചർ മിഷൻ തന്നെ സഹായം നൽകുന്നത്. അപ്പോൾ ഈ ജൈവ കൃഷിയുടെ ചുവട് പിടിച്ചാണെന്ന് തോന്നി സേഫ് ടു ഈറ്റ് എന്നുള്ള ഒരു മുദ്രാവാക്യം നമ്മളിപ്പോൾ ഈ കാർഷിക മേഖലയിൽ പ്രചരിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കീടനാശിനി വിമുക്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് പഴം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ബ്രാൻഡ് നെയിം നൽകിയിട്ട് അതിന് വേണ്ടിയിട്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ് പഴം പച്ചക്കറിയിലുള്ള മാരക വിഷവസ്തുക്കൾ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണം അനിയന്ത്രിതമായിട്ട് ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് എന്ന് പറയും, വകതിരിവില്ലാതെ ഉപയോഗിക്കുന്ന കീട പദാർത്ഥങ്ങൾ, രോഗത്തിനും കീടത്തിനും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികൾ, ഇതൊക്കെ അനിയന്ത്രിതമായ രീതിയിൽ ഇപ്പം 1 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ ഉപയോഗിക്കേണ്ട സ്ഥലത്തൊക്കെ ചിലപ്പോൾ 5-10 മില്ലിയൊക്കെയാണ് കൃഷിക്കാർ ഉപയോഗിക്കുക. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാവാം. പക്ഷേ അങ്ങനെ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്ന ഈ പറയുന്ന കീടനാശിനികളുടെയും കുമിൾനാശിനികളുടെയും ഒക്കെ ദുരുപയോഗം മൂലം ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സേഫ് ടു ഈറ്റ്, വിഷവിമുക്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കേരളീയർക്ക് ലഭ്യമാക്കുക എന്നുള്ള ഒരു നൂതനമായ ഒരു നല്ല ഉദ്ദേശത്തോടെയാണ് കൃഷി വകുപ്പ് സേഫ് ടു ഈറ്റ് കാറ്റഗറിയിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും തുടക്കത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ, കല്ലിയൂർ, പള്ളിച്ചൽ, പാപ്പാഞ്ചാണി ഈ പറയുന്ന പ്രദേശങ്ങളിലെ കർഷക കൂട്ടായ്മകൾ, അത് വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളം VFPCKയുടെ കർഷക കൂട്ടായ്മകളിലൂടെയാണ് അവർക്ക് നല്ല പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് ജൈവ കുമിൾനാശിനിയും കീടനാശിനികളും ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം അവരിൽ നൽകിക്കൊണ്ട് അത് ഉപയോഗിക്കാൻ അവരെ പഠിപ്പിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിഷവിമുക്ത പഴവും പച്ചക്കറികളെന്ന് നാമകരണം നൽകി അതിന് ഹോർട്ടികോർപ്പ് അത് സംഭരിച്ച് അമൃത് എന്നുള്ള നാമകരണത്തിൽ ബ്രാൻഡഡ് സാധനമായിട്ട് ഇന്നിപ്പോൾ പഴവങ്ങാടിയിൽ ഹോർട്ടികോർപ്പിൻ്റെ, തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിൽ ഹോർട്ടികോർപ്പിൻ്റെ വിൽപ്പനശാലയിൽ ഈ അമൃത് എന്ന് പറയുന്ന വിഷവിമുക്ത പച്ചക്കറി ഇന്ന് ലഭ്യമാണ്. അത് രാവിലെ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് മൊത്തം തീരും. കൃഷിക്കാർക്ക് 20% പ്രീമിയം പ്രൈസ് കൊടുക്കുന്നു. അതോടൊപ്പം വിൽക്കുന്നതും നല്ല വിലയ്ക്കാണ് വിൽക്കുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ട് കേരളം ഒട്ടാകെ കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പോഴൊരു കോളുണ്ട്, അത് നോക്കിയിട്ടുണ്ട്. പറഞ്ഞോളൂ. ഹലോ ആരാണ്? കൃഷി ദർശൻ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഇത് ഈ ചക്ക കൃഷിയില്ലേ? പറയൂ. ആരാണ്? ഒന്ന് പേര് പറയാമോ? ഭാസ്കരൻ. ഭാസ്കരൻ എവിടെ നിന്നാണ്?
ഭാസ്കരൻ വെള്ളനാട്. വെള്ളനാട്. അതെ അതെ. ആ പറയൂ. ഈ കൂഴപ്പിലാവില് ധാരാളം ചക്ക ഉണ്ടാവുകയും അത് ധാരാളം പഴുത്ത് നാശമായി പോവുകയും ചെയ്യുന്നു. ആ അപ്പൊ അത് സംഭരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഈ തേങ്ങാതെ? സംഭരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ അതെ. കൂഴ ചക്ക സംഭരിക്കാനുള്ള ഇത് അപ്പോൾ കേരളത്തിൽ ഈ പിന്നെ ചക്കയുടെ കാര്യത്തിൽ കൂഴൻ ചക്ക പ്രത്യേകിച്ച് അത് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, പെട്ടെന്ന് അത് ചീഞ്ഞളിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കൂഴൻ ചക്കകൾ പഴുക്കുന്നതിന് മുമ്പ് തന്നെ നല്ല പച്ച ചക്കയായിട്ട് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താമെങ്കിൽ തീർച്ചയായിട്ടും ഹോർട്ടികോർപ്പ് തന്നെ നേതൃത്വത്തിൽ ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എടുത്തു കഴിഞ്ഞാൽ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് ഈ കൂഴൻ ചക്ക. അപ്പോൾ അത് പഴുക്കുന്നതിന് മുന്നേ തന്നെ നല്ല വിളഞ്ഞിരിക്കുന്ന പരുവത്തിൽ തന്നെ അത് സംഭരിച്ച് വിൽക്കാനുള്ള ഈ മൂല്യവർദ്ധനവ് കൂടെ നടത്തി വിൽക്കാനുള്ള സംരംഭകർ മുന്നോട്ട് വരുവാണെങ്കിൽ ഹോർട്ടികോർപ്പ് തീർച്ചയായിട്ടും സംഭരിച്ച് പിന്നെ മൂല്യവർദ്ധനവ് നടത്തി വിൽക്കാനുള്ള ശ്രമം നടത്തും. വിൽക്കാനുള്ള ഒരു വിപണി ഉണ്ടോ നമ്മുടെ കയ്യിൽ? അതാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഇത് സംഭരിക്കാനുള്ള ഏർപ്പാടുകൾ ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്ന് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. നിങ്ങൾ അറിയിച്ചു. ശരി ശരി. വിളിച്ചതിന് നന്ദി. ഓ ഈ ചക്കയുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചക്കയുടെ ഗുണം അറിയില്ല. എൻ്റെയൊക്കെ പിന്നെ അമ്മൂമ്മയുടെ കാലത്ത് ചില സീസണലാണ് ഈ ഫ്രൂട്ട്സൊക്കെ. കേരളത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാ പ്രദേശത്തും അങ്ങനെ തന്നെയാണ്, അതോടൊപ്പം കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ചക്ക പുഴുക്ക്, ചക്ക എരിശ്ശേരി അല്ലെങ്കിൽ ചക്ക കൊണ്ടുണ്ടാക്കുന്ന പല വിഭവങ്ങൾ, കൂട്ടാൻ്റെ പല വിഭവങ്ങൾ, അത് കാലാകാലങ്ങളിൽ നമ്മൾ അറിയാതെ കഴിച്ചു പോരുകയായിരുന്നു. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ചക്കക്കുരുവിൻ്റെ പൊടിമാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ നാവിൽ ഉള്ള ഊറുകയാണ്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, പിന്നെ കേരളത്തിൽ നിന്ന് പിന്നെ പുറത്തേക്ക് പോകുന്ന മറുനാട്ടിലേക്ക് പോകുന്ന ചക്കയുടെ ഒരു വലിയൊരു ശതമാനവും ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ഒരു ബ്രൗൺ കളർ തോടുണ്ടല്ലോ, അതിപ്പോൾ പറയുന്നു അത് ആൻറ്റി ക്യാൻസറസ് എന്നാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചക്കക്കുരു ഉപയോഗിക്കുന്ന പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് ഇതൊന്നും അറിയാതെ എൻ്റെ അമ്മൂമ്മയ്ക്ക് ക്യാൻസർ ഇത് മാറ്റുമെന്നൊന്നും പറഞ്ഞല്ല. അന്ന് ഈ ചക്കക്കുരു വേവിച്ചിട്ട് ഇടിച്ച് പൊടിച്ച് അതിൽ കുരുമുളകൊക്കെ ഇട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അത് മാത്രം മതി നമുക്ക് ഒരു നേരം പിന്നെ അരിയാഹാരം നല്ല വൃത്തിയായിട്ട് നമുക്ക് വേറെ നോക്കി കഴിക്കാം. അതൊക്കെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഓരോ ഇപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസം പിഴിച്ചിലും ഒഴിച്ചിലും ചെയ്യാൻ പറ്റിയതാണ്, പിന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയ സമയമാണെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു വർഷത്തിലെ സമയങ്ങൾ വകുത്ത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ നമുക്ക് ശീലം ഉണ്ടായിരുന്നു. ഒരു കോൾ ഇവിടെ ഉണ്ട്. നമസ്കാരം, കൃഷി ദർശൻ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ആര്? ഹലോ, ഞാൻ ജേക്കബ് ഇടുക്കിന്നാണ്. ശ്രീമാൻ ജേക്കബ്, എന്താണ് പറയാനുള്ളത്? പറയൂ. ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പുതിയ പ്രോഗ്രാമിറ്റി ഒന്ന് അറിയാനായിരുന്നു. പുതിയ ഗ്രീൻ ഷെഡ് അങ്ങനെ ഓരോ ഇതിന്റെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പുതിയ രീതിയിലുള്ള പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് ഈ ചർച്ച തന്നെ ഞാൻ കണ്ടിരുന്നു, ഈ രാസവളങ്ങളെല്ലാം മാറ്റിയിട്ട് പുതിയ മോഡൽ സാറിങ്ങനെ പറഞ്ഞായിരുന്നു അതിനെപ്പറ്റി. പുതിയ രീതിയിലുള്ള പച്ചക്കറി കൃഷിയുടെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ? അതെ അതെ. അപ്പൊ അതിനകത്ത് ഗ്രീൻ ഷെഡ് അങ്ങനെ ഒരു ഫാമായിട്ട് തുടങ്ങാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് എന്തുമാത്രം ഇത് സപ്പോർട്ട് ചെയ്യുന്ന അറിയാനായിരുന്നു ഹോർട്ടിക്കൾച്ചർ മിഷൻ. സർ, പുതിയ രീതിയിലുള്ള പച്ചക്കറി കൃഷി അതിന് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യും എന്നാണ് ശ്രീമാൻ? ഇപ്പോൾ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷനും കൃഷി വകുപ്പും കൂടി സംയുക്തമായിട്ട്, ഹോർട്ടിക്കൾച്ചർ മിഷൻ കൃഷി വകുപ്പിൻ്റെ അതിൻ്റെ ഭാഗമാണ്, എന്നാലും 75% സബ്സിഡി നൽകിക്കൊണ്ട് ഹൈടെക് അല്ലെങ്കിൽ പോളിഹൗസുകൾ ഉണ്ടാക്കി പോളിഹൗസിനുള്ളിൽ കൃഷി ചെയ്യുന്ന ഹൈടെക് കൃഷി സംരംഭകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ധനസഹായം നൽകുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ അത്യുൽപാദന ശേഷിയുള്ള നല്ല പച്ചക്കറി ഇനങ്ങൾ കീടോ രോഗമൊന്നും ഇല്ലാതെ ഈവൻ ജൈവ രീതിയിൽ പോലും വളർത്തിയെടുക്കാവുന്ന രീതിയിലേക്കുള്ള പ്രോജക്റ്റുകളുണ്ട്. അതിന് 75% നമ്മൾ ധനസഹായം നൽകുന്നുണ്ട്. നമ്മുടെ പ്രദേശത്ത് തന്നെ അതാത് ജില്ലയിലെ ഹോർട്ടിക്കൾച്ചറിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. ഉത്തരം ശരിയായുള്ളൂ. നന്ദി. ഇപ്പോൾ ഹൈടെക് കൃഷി എന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇത്. ഇന്ന് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ കൃഷി വകുപ്പ് തന്നെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഈ ഹൈടെക് കൃഷിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ സംരംഭങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഹൈടെക് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ? ഹൈടെക് അഥവാ ഈ പോളിഹൗസ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹരിത ഗ്രഹങ്ങളുണ്ടാക്കി അതിനുള്ളിൽ പോളിത്തീൻ കവർ കൊണ്ട് അതിനകത്ത് UV
രശ്മികൾ കടക്കാത്ത പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് കവർ ചെയ്തുകൊണ്ട് ഉള്ള പിന്നെ ഹൗസസ് ഉണ്ടാക്കി, പോളി ഹൗസുകൾ ഉണ്ടാക്കി. അതിനുള്ളിൽ ഹൈ വാല്യൂ വെജിറ്റബിൾസ്, ഇപ്പം ക്യാപ്സിക്കം, കുക്കുംബർ, സാലഡ് കുക്കുംബർ, പിന്നെ നമ്മുടെ പയർ വർഗ്ഗങ്ങൾ, മലയാളിയുടെ പ്രിയപ്പെട്ട പിന്നെ പയർ, അതുപോലെ തന്നെ തക്കാളി, ഇങ്ങനെയുള്ള ഇനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കൃഷി ചെയ്യാം. അതോടൊപ്പം തന്നെ ഇലക്കറി വർഗ്ഗത്തിൽപ്പെട്ടവ, അതുപോലെ ഔഷധ വർഗ്ഗത്തിൽപ്പെട്ടവ, ഹെർബ്സ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാം. ഇതെല്ലാം കൂടെ ഒരുമിച്ചും കൃഷി ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൃഷിയാണ് ഈ പറയുന്ന ഹൈടെക് കൃഷി രീതി. ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം കിട്ടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ കാസ്റ്റ്, അതിൻ്റെ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് കാശ് ഒരു ചതുരശ്ര മീറ്ററിന് ഏകദേശം 1000 രൂപയോളം ആകുന്നുണ്ട്. അതിൻ്റെ 50% സബ്സിഡി, 50% സംസ്ഥാന സർക്കാരിൻ്റെ 25%, അങ്ങനെ 75% സബ്സിഡി, ഏകദേശം 467 രൂപ ഒരു ചതുരശ്ര മീറ്ററിന് എന്നതുപോലെ നമ്മൾ നൽകുന്നുണ്ട്. ഒരു കാളുണ്ട്. കൃഷി ദർശൻ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഞാൻ കേൾക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സൂസൻ തിരുവല്ല. സൂസൻ തിരുവല്ല, അതെ. പറയൂ. കേരളത്തിലുടനീളം ചക്കക്കുരു ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകുന്നത് കാണുമ്പം സങ്കടം തോന്നാറുണ്ട്. ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്തെങ്കിലും അതിന് നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുക. നമ്മുടെ ആമുഖമായിട്ട് തന്നെ ചക്കക്കുരുവിന്റെ പ്രാധാന്യം പറഞ്ഞു. എന്തായാലും ഒന്നുകൂടെ ചോദിക്കാം സാറിനോട്. ചക്കക്കുരുവിന്റെ നേരത്തെ ഞാനത് പറയുകയുണ്ടായി, സൂസൻ കേട്ടതെന്ന് അറിയില്ല. ചക്കക്കുരുവിൽ ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് പ്രാദേശികമായിട്ട് വനിതകളുടെ കൂട്ടായ്മകളോ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ മൂല്യവർദ്ധനവ് നടത്താനുള്ള സംവിധാനങ്ങൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള CFTRI പോലുള്ള മൈസൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ചു വരാനുള്ള പഠന സൗകര്യമൊക്കെ ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്നുണ്ട്. മൂല്യവർദ്ധനവ് നടത്തിയാൽ മാത്രമേ കേരളത്തിൽ ഇന്നത്തെ ഹോർട്ടിക്കൾച്ചർ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ മേഖലയിലെ കർഷകർ രക്ഷപ്പെടുകയുള്ളൂ. ചക്കക്കുരു അതിനകത്തൊരു പ്രഥമമായിട്ടൊരു വിഷയമായിട്ടാണ് ഞാനും കാണുന്നത്. അതെ, അപ്പോഴത് മനസ്സിലായല്ലോ. വിളിച്ചതിന് വളരെ നന്ദി. അത് ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പഠനയാത്രകൾ നടത്താം. അതുപോലെ തന്നെ പരിശീലനങ്ങൾ കർഷകരെയും അയക്കും. അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ള കർഷകർ വരെ നമ്മുടെ കൃഷി വകുപ്പിന്റെ കീഴിൽ ആത്മ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. സമിതിയുടെ നേതൃത്വത്തിലുള്ള പരിശീലന പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെയും എക്സ്പോഷർ വിസിറ്റുകൾ, അതായത് പഠനയാത്രകൾ. ഇപ്പോൾ ഹൈടെക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, തൊട്ട അയൽവക്കത്തുള്ള കർണാടകത്തിൽ പിന്നെ ദേവനഹള്ളി അല്ലെങ്കിൽ നമ്മുടെ ഹൊസൂർ പ്രദേശങ്ങളിൽ ഈ സൂക്ഷ്മ കൃഷി, ഹൈടെക് കൃഷി, ഇതെല്ലാം കാണാൻ പഠനയാത്ര നടത്തുവാനും നമ്മൾ ധനസഹായം നൽകുന്നുണ്ടല്ലേ. ഒരു കോളുണ്ട് നമുക്ക്. നമസ്കാരം, ഫോണിൻ പരിപാടിയിലേക്ക് പറയൂ. ഹലോ, നമസ്കാരം. ഞാൻ ഗോപകുമാറാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഗോപകുമാർ, ബാംഗ്ലൂർ അല്ലേ? അതെ അതെ. പറയൂ, എന്താണ് അറിയേണ്ടത്? ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഹിന്ദു പേപ്പറിൽ ഈ പ്രീമിയം മഷ്റൂമിന്റെ ഒരു പുതിയൊരു കണ്ടുപിടുത്തത്തെ കുറിച്ച് കാണുകയുണ്ട് ഒരു പേപ്പറിൽ. പ്രീമിയം മഷ്റൂം അല്ലേ? പ്രീമിയം മഷ്റൂം. അത് ശരിക്കും നമ്മൾ ഈ അടുത്ത കാലം വരെ അത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചൈനയിൽ നിന്നോ മറ്റോ. അതെ. അപ്പോ 1 കിലോയ്ക്ക് 1200 രൂപ അതായിരുന്നു അതിന്റെ റേറ്റ്. അപ്പൊ അത് ഈ പിന്നെ ആന്റി ക്യാൻസർ, അതേമാതിരി കൊളസ്ട്രോൾ റിഡക്ഷൻ, അതിനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഇതായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അത് എന്താണ് അറിയേണ്ടത്? അപ്പൊ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരത് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, കർണാടകത്തിന്റെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ അതിന്റെ മാർക്കറ്റിംഗ് വിപണി കേരളത്തില് വിപണന സൗകര്യം ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ? അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ചോദിച്ച ചോദ്യം വളരെ ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞത് ഈ പിന്നെ ഗാനോഡർമ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട മഷ്റൂമാണ്. ഈ പ്രീമിയം മഷ്റൂമായിട്ട് പറയുന്നത് ചൈനയിലും മലേഷ്യയിലും ഒക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു മഷ്റൂമാണ്. അത് ആൻറ്റി ക്യാൻസറസ് കൂടെയാണ്, ശരിയാണ്. പക്ഷേ ഇതിനകത്തൊരു അബദ്ധം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ തെങ്ങുകളിൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ തെങ്ങുകളിലൊക്കെ ഉള്ള തഞ്ചാവൂർ വിൽറ്റ് എന്ന് പറയുന്ന ബ്രാക്റ്റ്, ഈ പറയുന്ന കൂൺ, വലിയ കൂൺ വളർന്ന് തടിയോട് ചേർന്നിരിക്കും. എന്നിട്ട് തെങ്ങിനെ മുഴുവൻ അതുപോലെ തെങ്ങ് പട്ടുപോകും, നശിച്ചു പോവും. അപ്പോൾ ഈ ഗാനോഡർമ ആ ഇനത്തിൽപ്പെട്ട ഒരു കൂണാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഈ മരപ്പൊടിയിലാണ് വളർത്തുക.
അതെ. അപ്പം ഈ നമ്മുടെ ഈ പറഞ്ഞ തഞ്ചാവൂർ വിൽറ്റിന് മൂലകാരണിയായിട്ടുള്ള ഈ രോഗകാരണിയെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അതിൻ്റെ വകഭേദത്തിൽപ്പെട്ട ഇനത്തെ കൊണ്ടുവന്ന് നമ്മുടെ തെങ്ങുകൾക്ക് രോഗങ്ങൾ ബാധിക്കാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൽക്കാലത്ത് അതിന് പിന്നെ സർക്കാർ വക തന്നെ നിയന്ത്രണങ്ങളും ഞാൻ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിലും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ തെങ്ങിന് ദോഷമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കോളൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. കൃഷി ദർശൻ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, ആരാണ്? കൃഷ്ണകുമാറാണ് സാർ. ഈ ഹൈടെക് ഫാമിങ്ങിലെ പേര് പറയൂ. കൃഷ്ണകുമാർ. എവിടെയാണ്? പാലക്കാട്. കൃഷ്ണകുമാർ, പാലക്കാട്. പറയൂ സാറേ. നമ്മൾ ഈ പോളി ഹൗസ് ചെയ്യുന്നുണ്ടല്ലോ സാറ്, അതൊരു ഏജൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം പറയുന്നുണ്ട്. കൃഷിക്കാർക്ക് നേരിട്ട് സാധനം വാങ്ങി ചെയ്യുകയാണെങ്കിൽ സബ്സിഡി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ ചോദ്യം? സാർ, പോളി ഹൗസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഏജൻസിനെ കൊണ്ട് ചെയ്യണം പറയുന്നുണ്ടല്ലോ സാർ. പോളി ഹൗസ് ചെയ്യുമ്പോഴേ ഏജൻസിനെ കൊണ്ടാണല്ലോ ചെയ്യേണ്ടത്, കൃഷിക്കാർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സംസ്ഥാന സർക്കാർ ഈ ഹൈടെക് ഫാമിങ്ങിൻ്റെ പോളി ഹൗസുകൾ നിർമ്മിക്കുന്നതിനുള്ള ഫാബ്രിക്കേറ്റേഴ്സിനെ എംപാനൽ ചെയ്തിട്ടേ ഉള്ളൂ. ഗുണനിലവാരമുള്ള നല്ല നിർമ്മാതാക്കളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് ചെയ്യുന്നതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം അതാത് കർഷകന് നൽകിയിരിക്കുകയാണ്. അല്ലാതെ സർക്കാർ ഇന്ന ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കണം എന്നല്ലെങ്കിൽ ചെയ്യണമെന്ന് നമ്മൾ നിർദ്ദേശിക്കാറില്ല, നിഷ്കർഷിക്കാറുമില്ല. അപ്പം ഈ ഏജൻസികളൊന്നും അല്ലാതെ ഈ പറയുന്ന സ്പെസിഫിക്കേഷൻസ്, കാരണം ക്ലിയർ കട്ടായിട്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഹൈടെക് ഫാമുകൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും നീളവും വീതിയും വണ്ണവും തൂക്കവും വരെ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക്കേഷൻസ് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വൈദ്യുതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷിക്കാരൻ്റെ തന്നെ നേരിട്ട് ചെയ്യാവുന്നതാണ്. ഒരു ഏജൻസിയുടെ അടുത്തും പോകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും സബ്സിഡി കിട്ടും. സബ്സിഡിക്ക് ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന തിക്നെസ് ഉള്ള പൈപ്പുകൾ ഉപയോഗിക്കണം, ഇന്ന ക്വാളിറ്റിയുള്ള ഷീറ്റ് ഉപയോഗിക്കണം, ഇത്ര സൈസ് ഉണ്ടായിരിക്കണം, ഇത്ര വലിപ്പവും നീളവും ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ മാനദണ്ഡങ്ങളായിട്ട് ഞങ്ങൾ നോക്കാറുള്ളൂ. ഏത് ഏജൻസിയാണെന്നോ കൃഷിക്കാരൻ തന്നെത്താനെ ഉണ്ടാക്കിയതാണെന്നോ ഒന്നും നമ്മൾ നോക്കാറില്ല. ക്വാളിറ്റി ഈ പറയുന്ന സ്പെസിഫിക്കേഷൻസ് മാത്രം നോക്കിയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് കൃഷ്ണകുമാർ വിളിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ തന്നെയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ ഹോർട്ടിക്കൾച്ചർ നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ തന്നെയുണ്ട്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ ഓഫീസിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഹോർട്ടിക്കൾച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് ഫോമിലോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ടോ കിട്ടും. ശരി, ഓക്കെ സർ. വളരെ നന്ദി വിളിച്ചതിന്. സാർ, ഈ വിത്ത് മുതൽ വിപണി വരെ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാ വിത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പം കർഷകർക്ക് വിത്ത് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വിത്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിത്ത് കിട്ടുന്ന യന്ത്രം, ഈ ATM പണം കിട്ടുന്നത് പോലെ വിത്ത് കിട്ടുന്ന ഒരു യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു RKVY പദ്ധതി പ്രകാരം ഹോർട്ടിക്കൾച്ചർ മിഷനും ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ എനിക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേരളത്തിൽ അത് അങ്ങനെ ഒരു. അതിന്റെ പുരോഗതി എങ്ങനെയാണ്? അത് എത്രത്തോളം അതൊക്കെ കർഷകർക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് സഹായകമായിരിക്കും? ഈ വിത്ത് വിൽക്കുന്ന യന്ത്രം അല്ലെങ്കിൽ സീഡ് വെൻഡിങ് മെഷീൻ ഹോർട്ടിക്കൾച്ചർ മിഷൻ ആദ്യമായിട്ട് ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് അതൊരു പുതുമയായിരുന്നു. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിലും നമ്മുടെ സീഡ് അതോറിറ്റിയും കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ സീഡ് അതോറിറ്റിയും ഒക്കെ ഈ വിത്ത് വിൽക്കുന്ന യന്ത്രങ്ങൾ വിവിധ ജില്ലകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല, ഈ നമ്മുടെ നാട്ടിൻപുറത്തുള്ള വീട്ടമ്മമാരും അതുപോലെ തന്നെ ഈ ഉദ്യോഗത്തിനൊക്കെ പോകുന്ന പുരുഷന്മാരും വീട്ടമ്മമാരും കുട്ടികൾ ഉൾപ്പെടെ ഇന്നിപ്പോൾ വീട്ടിൻ്റെ ടെറസിൽ നൂതനമായ രീതിയിൽ കൃഷി ചെയ്യുന്ന മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി, അതിനൊക്കെ ഈ വിത്താണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് നല്ല രീതിയിൽ പോവുകയാണ്. പിന്നെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളും കാർഷിക സർവകലാശാലയുടെ ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളുമാണ് അതിനകത്ത് നമ്മൾ നിറച്ചു വെച്ചിരിക്കുന്നത്. സ്വകാര്യ മേഖലയിലുള്ള വിത്തുകളൊന്നും നമ്മൾ അതിനകത്ത് എടുത്തിട്ടില്ല. അതുകൊണ്ട് GM ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്താനും പറ്റും. ഒരു കോളുണ്ട്. കൃഷി ദർശൻ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? പറയൂ. അമീർ ഖാൻ, മടവൂരിൽ നിന്ന് അമീർ ഖാനാണ് വിളിക്കുന്നത്. പേര് വ്യക്തമല്ല, ഒന്നുകൂടെ. അമീർ ഖാൻ, മടവൂർ എന്ന സ്ഥലം. മടവൂർ അല്ലേ? പറയൂ സാർ. ഈ തേനീച്ച വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടാണ്. തേനീച്ച വളർത്തൽ കൃഷിഭവൻ വഴി ധനസഹായം കിട്ടാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. തേനീച്ച വളർത്തലിൻ്റെ കാര്യത്തിൽ പരിശീലനത്തിൻ്റെയും അതോടൊപ്പം തന്നെ തേനീച്ച കോളനിയും പെട്ടിയും ഉപകരണങ്ങളും നൽകുന്നതിൻ്റെ ചുമതല
ഹോർട്ടികോർപ്പിനാണ് നൽകിയിരിക്കുന്നത്. ഹോർട്ടികോർപ്പാണ് അതിൻ്റെ ഡെസിഗ്നേറ്റഡ് നോഡൽ ഏജൻസി. അപ്പോൾ ഹോർട്ടികോർപ്പിലെ മാനേജിംഗ് ഡയറക്ടർ ഹോർട്ടികോർപ്പ് തിരുവനന്തപുരം എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, ഒരു 10 പേരുള്ളതുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പരിശീലനവും ഈ പറയുന്ന പെട്ടിയും കോളനിയും ഒക്കെ നൽകുന്ന പരിപാടി ഹോർട്ടികോർപ്പിനുണ്ട്. ഒരു കത്ത് എഴുതിയാൽ മതി. വ്യക്തമല്ല ഒന്നുകൂടെ പറയും. ഒരു സെക്കൻഡ്. തേനീച്ച വളർത്തൽ ഇത് കൃഷിയായിട്ട് അംഗീകരിക്കാൻ ഒരു മാർഗമില്ല. തേനീച്ച വളർത്തൽ ഒരു കൃഷിയായിട്ട് അംഗീകരിക്കാനുള്ള ഒരു മാർഗം സർക്കാരിന്റെ പരിഗണനയിലാണ്. തേനീച്ച വളർത്തലാണ് 50 ചെറിയ പെട്ടി, 50 ചെറിയ തേനീച്ച പെട്ടിയും 50 വലിയ തേനീച്ച പെട്ടിയും വളർത്തുന്ന ആളാണ്. അത് പറഞ്ഞ ചോദ്യത്തിന്റെ പൊരുൾ എനിക്ക് പിടികിട്ടി. തേനീച്ച കൃഷിയെ അല്ലെങ്കിൽ തേനീച്ച വളർത്തലിനെ ഒരു കൃഷിയായി സർക്കാർ അംഗീകരിക്കുകയും കൃഷിഭവൻ വഴി നമുക്ക് ആനുകൂല്യം കിട്ടാനുള്ള മാർഗം 50% സബ്സിഡി നിരക്കിൽ കൃഷിഭവനിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടും. മടവൂർ കൃഷിഭവനിൽ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹോർട്ടികോർപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർക്ക് ഒരു കത്ത് എഴുതുക. നിങ്ങൾ ഇന്ന സ്കീം അനുസരിച്ച് നിങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ വേണമെന്ന് എഴുതുക. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. വിളിച്ചതിന് വളരെ നന്ദി സർ. അപ്പോൾ ഓണം ഇപ്പോൾ അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ സാധാരണ രീതിയിൽ ഹോർട്ടിക്കൾച്ചർ മിഷനും ഹോർട്ടികോർപ്പും എല്ലാം ഓണക്കാലത്ത് വിപണിയിൽ ഇടപെടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഓണക്കാലത്ത് എന്തൊക്കെയാണ് നമ്മൾ ഓണത്തിന് ഉള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? കേരള സർക്കാരും കൃഷി വകുപ്പും, പ്രത്യേകിച്ച് കൃഷി വകുപ്പ് മന്ത്രി വളരെ വളരെ നന്നായിട്ട് നേതൃത്വം നൽകുന്ന ഒരു വകുപ്പ് കൂടെയാണ്. അപ്പം അദ്ദേഹം കഴിഞ്ഞ മാസം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിന് വേണ്ടിയിട്ടുള്ള 1-2 മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞു, ചുമതലകൾ നൽകി കഴിഞ്ഞു. ഹോർട്ടികോർപ്പിൻ്റെ MD എന്ന നിലയ്ക്ക് കേരളത്തിലൊട്ടാകെ ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ജനങ്ങൾക്ക് ഓണക്കാലത്ത് ലഭ്യമാക്കുക. പ്രത്യേകിച്ച് ഏത്തക്കായും അതുപോലെ തന്നെ ഏത്തക്കയുടെ പഴവും അതുപോലെ തന്നെ കായും ഉപ്പേരിയും ഇവയെല്ലാം യഥേഷ്ടം മലയാളികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോർട്ടികോർപ്പിൻ്റെ സ്വന്തം സ്റ്റാളുകൾ, അതുപോലെ തന്നെ സപ്ലൈകോയുമായിട്ട് സംയുക്ത സംരംഭമായിട്ട് സപ്ലൈകോ എവിടെയൊക്കെ സ്റ്റാളുകൾ തുറന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഹോർട്ടികോർപ്പിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഹോർട്ടികോർപ്പ് മാത്രമല്ല, VFPCK, ഹോർട്ടിക്കൾച്ചർ മിഷൻ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, KLD ബോർഡ്, മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കേരള ഫീഡ്സ്, ഈ സ്ഥാപനങ്ങൾക്കും ഓരോ ജില്ലയുടെ ചുമതല നൽകിയിരിക്കുകയാണ്. 30% സബ്സിഡി നിരക്കിലായിരിക്കും പഴങ്ങളും പച്ചക്കറി ഇനങ്ങളും മലയാളികൾക്ക് ലഭ്യമാക്കുക. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. 30% സബ്സിഡിയിലാണ് ഇന്നിപ്പോൾ സവാളയും മറ്റ് ഏത്തക്കായും ഏത്തപ്പഴവും ഉൾപ്പെടുന്ന എല്ലാ വിഭവങ്ങളും ഇന്നിപ്പോൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഓണം അവസാനിക്കുന്ന ദിവസം വരെ, ഓണത്തിൻ്റെ പിറ്റേ ദിവസം വരെ അത് തുടരുകയും ചെയ്യും. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ അതിൻ്റെ മേൽവിലാസം പറയാം. ഡോക്ടർ K. പ്രതാപൻ, മിഷൻ ഡയറക്ടർ, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, യൂണിവേഴ്സിറ്റി PO, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9445408556. അപ്പോൾ മേൽവിലാസം ഒന്നുകൂടെ പറയാം. ഡോക്ടർ K. പ്രതാപൻ, മിഷൻ ഡയറക്ടർ, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, യൂണിവേഴ്സിറ്റി PO, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9445408556. ഈ കൃഷിദർശൻ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സഹോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ,
അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. അമ്മേ, ചോറ് വിളമ്പമ്മേ. ഒന്ന് ക്ഷമിക്കും മോളെ, ഇതുവരെയും പരിപ്പ് വെന്തിട്ടില്ല. വിഷമിക്കാതിരിക്കും പൊന്നുന്റമ്മേ, ഇത്തവണ നമ്മുടെ പരിപ്പ് ശരിക്കും വെന്തോളും. എന്ന് വെച്ചാലോ? ഇത്തവണ NFSMന് കീഴിൽ പരിപ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ രീതികൾ കാണിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് 1000 മേഖലകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രദേശവും ഉൾപ്പെടുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് നമ്മുടെ 5 ഏക്കർ പാടത്തിന് വളവും കീടനാശിനിയും കൂടാതെ മേൽത്തരം വിത്തിന്റെ മിനി കിറ്റും ലഭിക്കുമെന്നേ. പക്ഷേ ഇത്രയും പരിപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യയെ, ഇപ്പോ സർക്കാർ പയർവർഗ്ഗങ്ങളുടെ താങ്ങുവിലയും നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് വാങ്ങുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുന്നു. ഇതുമൂലം നമ്മുടെ വരുമാനം വർദ്ധിക്കില്ലേ? പിന്നെ നമ്മുടെ മോള് നല്ല സ്കൂളിൽ പോയി ഒരു വലിയ കൃഷിശാസ്ത്രജ്ഞയാകില്ലേ? ശിവപുരി ഗ്രാമത്തിലെ സന്യാസിതൻ ദിവ്യത്വം അപാരം. നാട്ടിലെ സംസാരം ഏവരുടെയും തലവിധി തിരുത്തുന്നവൻ സ്വാമി. കൃഷി ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാൽ വിളകൾ കുമിഞ്ഞുകൂടും. എന്നാൽ ഒരു നാൾ സന്യാസിതൻ രഹസ്യം പരസ്യമായി. കിസാൻ കോൾ സെന്ററിൽ നിന്നാണ് അറിഞ്ഞിരുന്നത് അദ്ദേഹം ഉന്നത കൃഷിക്കുള്ള കാര്യങ്ങൾ. കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും കിസാൻ കോൾ സെന്ററിലെ കൃഷി വിദഗ്ധന്റെ ഉപദേശം തേടും. ഉടൻ അപ്പോൾ തന്നെ സ്വന്തം ഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും സൗജന്യ നമ്പറിൽ വിളിക്കൂ. 1800-180-1551. സുഗന്ധത്തിന്റെ ചാമരം വീശി സ്വാദിന്റെ അലകൾ ഉയർത്തി പുരോഗതിയുടെ പാതയൊരുക്കി പുഞ്ചിരി പൂഞ്ചിറക് വിടർത്തി നാടാകെ പച്ചപ്പ് ചാർത്തി വ്യവസായങ്ങൾക്ക് അവസരമൊരുക്കി പൂന്തേൻ മാധുര്യം പരത്തി ആഹ്ലാദത്തിന്റെ തിരകൾ ഉയർത്തി NHM ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മന്ദഹാസം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം പദ്ധതിയിൽ പരിശീലനം. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾ രജിസ്റ്റർ ചെയ്യണം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. നാളികേര വികസന ബോർഡിന്റെ തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം പദ്ധതിയിൽ പരിശീലനം നേടാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. നീര വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുന്നതോടെ ചങ്ങാതിമാർക്ക് നിലവിലുള്ളതിനേക്കാൾ 1000-ലധികം തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടും. പ്രതിമാസം 20,000 രൂപ മുതൽ വരുമാനം ലഭിക്കുന്ന നീര ടെക്നീഷ്യനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ചങ്ങാതിമാർക്ക് പ്രത്യേക പരിശീലനം നൽകും. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകൾ അയക്കേണ്ട വിലാസം: ചെയർമാൻ, നാളികേര വികസന ബോർഡ്, കൊച്ചി 11. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048423762665. മറ്റൊരു നമ്പർ 23772667 23772666. മറ്റൊരു നമ്പർ 23765553. ആടിനെ വളർത്തുമ്പോൾ രോഗപ്രതിരോധം ശ്രദ്ധിക്കണം. കൂടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വിരയിളക്കൽ ചിട്ടയായി നടത്തണം. ആട് വസന്തിക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ് നടത്തണം. ടെറ്റനസ് രോഗം നിയന്ത്രിക്കുവാനായി ആടിന് ഗർഭാവസ്ഥയിൽ 4-5 മാസത്തിലും കുട്ടിക്ക് ആദ്യ മാസത്തിലും ടെറ്റനസ് ടോക്സോയിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകണം. പുതുതായി വാങ്ങുന്ന ആടുകളെ 2 ആഴ്ചയെങ്കിലും മാറ്റിപ്പാർപ്പിച്ച് പകർച്ചവ്യാധിയില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മറ്റുള്ളവയുമായി ചേർത്ത് വളർത്തുക. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നിലവിലെ അംഗങ്ങളും 2010 ജനുവരി 1 ശേഷം പെൻഷൻ പറ്റിയവരും ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ക്ഷേമനിധി അംഗത്വ നമ്പർ എന്നിവ സെപ്റ്റംബർ 30 മുമ്പ് ഏറ്റവും അടുത്ത അക്ഷയ സെന്ററിൽ രജിസ്റ്റർ ചെയ്യണം. നമ്പർ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഒക്ടോബർ 1 മുതൽ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂവെന്ന് വെൽഫെയർ ഫണ്ട് ഓഫീസർ അറിയിച്ചു. സംസ്ഥാന കൃഷി വകുപ്പ് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയെക്കുറിച്ച് ഈ മാസം 31 2 മണിക്ക് പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ഒളിമ്പിയ ചേംബർ ഹാളിൽ സെമിനാർ നടത്തുന്നു. താൽപ്പര്യമുള്ളവർക്ക് 9442020919 എന്ന മൊബൈൽ നമ്പറിൽ രജിസ്റ്റർ ചെയ്യാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 350 പേർക്കായിരിക്കും പ്രവേശനം. ഫോൺ നമ്പർ 9446220919.
ഈ മാസം 29, 30, 31 എന്നീ ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പ് സൗജന്യ പരിശീലനം നൽകുന്നു. മുട്ടക്കോഴി വളർത്തലിൽ സെൻട്രൽ ഹാച്ചറി ചെങ്ങന്നൂരിൽ വെച്ചും ഇറച്ചിക്കോഴി വളർത്തലിൽ കോട്ടയം തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ചുമാണ് പരിശീലനം. താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ചെങ്ങന്നൂർ 0479 2457 തലയോലപ്പറമ്പ് 048292434323. സംസ്ഥാന കൃഷി വകുപ്പും ആത്മാ തിരുവനന്തപുരവും ആഗസ്റ്റ് മാസത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെൽ കർഷകർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ. കഴിഞ്ഞ മാസം നട്ട പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്ന സമയം ആദ്യ മേൽ വളപ്രയോഗം ചെയ്യണം. വളം നൽകുന്നതിന് മുൻപായി ഒരു ദിവസം പാടത്തു നിന്നും വെള്ളം വാർത്ത് കളയണം. വളം വിതറിയ ശേഷം കുറഞ്ഞത് 12 മണിക്കൂർ കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറ്റണം. വിതച്ച് 15, 20, 30, 35, 55, 58 എന്നീ ദിവസക്രമത്തിൽ രാസവളം 3 പ്രാവശ്യം തുല്യ തവണകളായി നൽകണം. യൂറിയ, പൊട്ടാഷ് എന്നിവ ഞാറുപരുവത്തിലും ചിനപ്പ് പൊട്ടുമ്പോഴും അടിക്കണ പരുവത്തിലും 3 തവണ തുല്യമായി നൽകണം. സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ ഇതിനോടൊപ്പം നടപ്പിലാക്കണം. ഗാളിച്ചയുടെ ആക്രമണം രൂക്ഷമാകുമ്പോൾ കാർബാറിൻ 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കിനാൽ ഫോസ് 2 മില്ലി കലക്കി തളിക്കാം. കുഴൽപ്പുഴുവിന്റെ ആക്രമണം കാണുമ്പോൾ വെള്ളം വാർത്ത് കളഞ്ഞ് വെള്ളം കയറ്റുന്ന തൂമ്പിൽ അറക്കപ്പൊടിയിൽ മണ്ണെണ്ണ ചേർത്ത് വയ്ക്കണം. തണ്ടുതുരപ്പനും ഓലചുരുട്ടുവിനുമെതിരെ ട്രൈക്കോ കാർഡുകൾ 1-2 ആഴ്ച ഇടവേളകളിൽ ഏക്കറിന് 2 cc എന്ന തോതിൽ വയ്ക്കണം. ചിനപ്പ് പൊട്ടുന്നത് മുതൽ അടിക്കണ പരുവം വരെ പോളരോഗമുണ്ടാകാം. ഇതിനെതിരെ 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലായനി 5 മില്ലി 1 ലിറ്ററിന് എന്ന തോതിൽ തളിക്കണം. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 18,500 രൂപ, റബ്ബർ RSS 5 കിൻഡലിന് 18,200 രൂപ, വെളിച്ചെണ്ണ 7,650 രൂപ, കൊപ്ര 5,550 രൂപ, കുരുമുളക് 42,300 രൂപ, നാളികേരം തൊണ്ടോടിയോട് കൂടിയത് കിലോയ്ക്ക് 5,600 രൂപ, തൊണ്ടില്ലാതെ കിലോയ്ക്ക് 5,200 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 42,300 രൂപ, അൺഗാർബിൾഡ് 40,300 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 40,000 രൂപ, വയനാടൻ കുരുമുളക് 40,500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 5,300 രൂപ, തളിപ്പറമ്പ് 5,000 രൂപ, കാസർഗോഡ് 4,400 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ 8,335 രൂപ, കോട്ടയം 7,950 രൂപ, ആലപ്പുഴ 7,400 രൂപ. കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിലെ താപനില. കണ്ണൂർ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32, 24, കൊച്ചി 31, 22.6, ആലപ്പുഴ 30.2, 23.8, തിരുവനന്തപുരം കൂടിയ താപനില 31.2, കുറഞ്ഞ താപനില 24.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.